ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ കഷ്ണം ഇഞ്ചിയുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നില്ലെങ്കിൽ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ചുവന്നുള്ളിയാണ് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞ് വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കടായി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഇട്ടിട്ട്. ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടി ചേർക്കണ കാരണമാണ് നമ്മൾ മുളകിൻ്റെ എണ്ണം കുറച്ചേക്കണത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വഴന്ന് വരട്ടെ. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം, ബീഫ് വെന്തോ എന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേവിക്കുക അടച്ച് വെച്ചിട്ട്. ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഇഞ്ചിയെല്ലാം നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഒരുവിധമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ 1/4 ടീസ്പൂണേ ചേർക്കണുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി കുറച്ചേ ചേർക്കണുള്ളൂ, നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മുളക് കുറച്ച് ചേർക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് ഇതിന് ഈ ബീഫ് ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം.
ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.